സോ ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു പുതിയ ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? ലോസ് സാന്റോസ് ക്രൈം സിറ്റി എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മൾ കുറേ ഗൺസ് ഉണ്ട് ഈ ഗെയിമിൽ. പിന്നെ വേറെ കുറേ മോഡ്സും ഒക്കെ ഉണ്ട്. മോഡെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലിയർ ദി സിറ്റി എന്ന് വെച്ചിട്ടുള്ള മോഡ്സൊക്കെയാണ്. അങ്ങനെയുള്ള സോംബി മോഡ് അതേപോലെയുള്ള മോഡൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൽ കാറൊക്കെ മോഡിഫൈ ചെയ്ത് കളറൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. വേണമെങ്കിൽ നമുക്ക് GTA 5-നെക്കാട്ടിലും നല്ല ഗെയിമെന്ന് വേണേൽ പറയാം. ഈ വണ്ടി കണ്ടോ ഗൈസ്? ഈ വണ്ടിക്ക് അകത്ത് നമുക്ക് കയറാം. ഈ വണ്ടി കണ്ടോ ഗൈസ്? ഈ വണ്ടിയുടെ അകത്ത് ഗെയിമിംഗ് സീറ്റൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ മോഡിഫിക്കേഷനാണ്. വണ്ടിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ട് മെക്കാനിക്കിനെ വിളിച്ചത്. ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു? റൈഡ. അത് നോക്കാനാണ് ഇത് ചെയ്തത്. ഈ വണ്ടിയുടെ പേരിൽ നമുക്ക് പിന്നെ ഈ വണ്ടി തന്നെ സ്പോൺ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D പോലുള്ള ഗെയിമാണ് ഇത്. പക്ഷേ ഇതിച്ചിരി ഗ്രാഫിക്സ് കൂടുതലുള്ള ഗെയിമാണ്. മേളിൽ നിന്ന് സൂര്യ വെളിച്ചം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഡാവും. ഇതിന് ഇച്ചിരി ഒറിജിനാലിറ്റി കൂടുതലാണ്. ഞാനിപ്പോൾ ഇത് നൈറ്റ് ആകുമ്പോൾ അത് ഞാൻ ഡേ ആക്കാൻ പോവാ. ഇതെന്താ ഇത് ഡേ ആവാത്ത? സാധാരണ ചാറ്റിൽ കയറിയിട്ടല്ലേ എന്തായാലും അതോ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ വേറെ വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വണ്ടി പൊട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ പൊട്ടും, സൂപ്പർ പോലെ പൊട്ടും. പിന്നെ ഈ ഗെയിമിൽ സൂപ്പർ ഉണ്ട്. എല്ലാ വണ്ടിയുടെ സൗണ്ട് ഇത് തന്നെ. എല്ലാ വണ്ടിയും പൊട്ടും. നമുക്കിവിടെ ആൾക്കാരെയൊക്കെ ഇടിച്ചിടാൻ പറ്റും. നമ്മളെ വണ്ടിക്കൊന്നും പറ്റില്ലല്ലേ? വണ്ടിക്കൊന്നും പറ്റില്ല. വണ്ടിക്കൊന്നും പറ്റില്ല. നമ്മളെ വണ്ടി പവറാണ്. ഇതിൽ ഹൈ സ്പീഡിൽ പോവാണ്. ഏതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഇടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ പൂടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് മാറും. പിന്നെ ഈ ഗെയിമും ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D പോലെ തന്നെ ചുമ്മാ കാറെടുത്ത് കറങ്ങി നടക്കാനാണ് രസം. ഞാൻ ഈ ഗെയിം എടുത്തിട്ട് ചുമ്മാ ആൾക്കാരെ കൊന്നുകൊണ്ടൊക്കെ നടക്കുക. ഇവിടെ ഇതിനകത്ത് ക്ലിയർ ദ സിറ്റി എന്ന് പറഞ്ഞ മിഷൻസ് ആണോ മോഡ്സ് ആണോ എനിക്ക് അറിഞ്ഞൂടാ. മോഡ് പോലെയൊക്കെ തന്നെ സംഭവമൊക്കെ. ഇതിൽ ഹൈ സ്പീഡിൽ പോയിട്ട് വണ്ടിയിൽ ഇടിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക വണ്ടി. നല്ല ഈ വണ്ടി കാണാൻ നല്ല രസമാണ് ഗൈസ്. ഈ വണ്ടി അതിനകത്തിൽ ഏറ്റവും സ്പീഡുള്ള വണ്ടി. ഈ ഗെയിമിൽ ഏറ്റവും സ്പീഡുള്ള വണ്ടി ഈ വണ്ടിയാണ്. ഈ കാറൊക്കെ മോഡിഫൈ ചെയ്യുന്ന ഗ്യാരേജ് എന്ന് പറയുന്ന കാർ പൊളിഞ്ഞതാ. കാറിൻ്റെ ഫ്രണ്ട് ചളുങ്ങിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഇതാണ്. പക്ഷേ കാർ ഓടുന്നില്ല ഗൈസ്. എനിക്ക് തന്ന എൻജിൻ എന്താ പറ്റിയിട്ടുണ്ടെന്നാ ഇനി കാർ ഓടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓടുമില്ലോ എന്ന്. ഇറങ്ങി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ബൈക്കിലും എല്ലാം കയറി പോവാം. KTM-ന് പകരം JTM ആണ് ഇവിടെ ഉള്ളത്.
ഇതുകൊണ്ട് അവിടെ സ്പോണായി വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാതിരിച്ചത് ഇതാണ്. സ്റ്റാർട്ട് ആകുമ്പോൾ മറ്റേ ലൈറ്റൊക്കെ കത്തും. അതൊക്കെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു രസമാണ്. ഓ വണ്ടി ഇടിച്ചടാ. ഓ വീണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഹെഡൊക്കെയാണ് വെച്ചേക്കുന്നത് ഞാൻ. യെസ്, ബൈക്ക് എടുത്തോണ്ട് പോവാടാ. ഈ ബൈക്ക് ഒരു നല്ല ഇടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഓടത്തില്ല. ഓടും പക്ഷെ തെറിച്ചു പോടാ ബൈക്ക്. നമ്മളെ എൻജിൻ്റെ അവിടെ അല്ലേ, ബോണറ്റിലല്ലേ, നമ്മളെ ബോണറ്റിൻ്റെ അകത്തല്ലേ എൻജിനൊക്കെ വെക്കുന്നത്. നമ്മളെ എൻജിനെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി പൊട്ടിത്തെറിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന കേസ് അതാണ്. ഹോസ്പിറ്റലിൽ GTA 5 കറക്റ്റ് റോഡും കറക്റ്റ് ഹോസ്പിറ്റൽ. നമ്മൾ മുമ്പേ ഇടിച്ചിട്ടവരൊക്കെ അപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മളെ ഹോസ്പിറ്റൽ. GTA 5 അതേ ഹോസ്പിറ്റൽ, പക്ഷേ ഇച്ചിരി വലിപ്പക്കുറവുണ്ട്. ഓക്കെ, ഏതെങ്കിലും വേറെ വല്ല വണ്ടിയിൽ കയറിപ്പോയി. ഇതിനകത്ത് ഹെലികോപ്റ്റർ ഉണ്ട്. അത് ഞാൻ വേറെ ഒരു പാർട്ടിൽ കാണിച്ചു തരാം. സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഇനി പാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഇതിനകത്തുള്ള വേറെ മോഡ്സൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനകത്തിൽ കുറേ ഇമോട്ട്സ് ഉണ്ട്. ഫ്രീ ഫയറിലെ പോലുള്ള ഇമോട്ട്സ് ഉണ്ട്. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് നമുക്ക് കുറേ ക്യാരക്ടേഴ്സും ഉണ്ട്, കുറേ ആൾക്കാരും ഉണ്ട്. എന്താ പുള്ളിക്കാരനിപ്പോൾ മൂന്നാക്കി. ഒന്നുകൂടെ ഞാൻ അത് കാണിച്ചു തരാം. വേറെ ഡാൻസിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. ഇതല്ല ഡാൻസിൻ്റെ സംഭവം. വെക്കുന്നതല്ല മാറിപ്പോവുക. ഇതാണ് ഡാൻസിൻ്റെ സംഭവം. ഇങ്ങനെ ഡാൻസ് കളിക്കും നമ്മൾ. പിന്നെ മാർഷ്മലോയുടെ ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തലയിൽ ലൈറ്റ് വെക്കും, പിന്നെ പാട്ടൊക്കെ കേൾക്കും. അങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് പിന്നെ പാട്ടൊന്നും കേൾക്കുന്നില്ല ഗൈസ്. ചുമ്മാ പുള്ളിക്കാരൻ അങ്ങ് ഡാൻസ് കളിക്കുക. അത് പിന്നെ ബൈക്ക് എടുത്തിട്ട് കറങ്ങി നടക്കാം. അല്ലാതെ ഈ ഗെയിമിൽ വേറെ ഒന്നും ചെയ്യാനില്ല. മോഡ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വണ്ടിയൊക്കെ എങ്ങനെ അപ്ഗ്രേഡ് അല്ലല്ലോ മോഡിഫൈ ചെയ്യുന്നതെന്നൊക്കെ അടുത്ത പാർട്ടിയിൽ കാണിച്ചു തരാം. എനിക്ക് ബൈക്ക് ഓടിക്കാൻ നല്ല ബാലൻസാണ് ഗൈസ്. എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഈ ഗെയിമിൽ ബൈക്ക് ഓടിക്കാൻ നല്ല ബാലൻസാണ്. ഒരു അത് പറയാനുണ്ട്. ചത്തുപോയി. അയ്യോ, ഡെഡായി. നമ്മൾ മുമ്പ് ഡെഡായിപ്പോയി. അത് സാരില്ല. നമ്മൾ മെയിൻ ക്യാരക്ടറായതുകൊണ്ട് പിന്നെ പോകണം. ഇപ്രാവശ്യം നമുക്ക് ഇത്രയും വണ്ടി കാണിച്ചില്ലേ. സുപ്ര കാണിക്കാൻ. സുപ്ര എവിടെ പോയി? സ്പോണായില്ലേ? ഇനി ചിലപ്പോൾ ഇതൊന്നും സ്പോണാകത്തില്ല. അതാണ് കുഴപ്പം. ഇത് പിന്നെ നമ്മൾ വേറെ ഒരു വണ്ടി അടുത്തുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ സ്പോൺ ചെയ്തൊരു വണ്ടി അടുത്തുണ്ടെങ്കിൽ ആ വണ്ടി പിന്നെ ആൾറെഡി ഡെയർ എന്ന് പറഞ്ഞ് കാണിക്കും. നമുക്ക് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് സ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. അൺലിമിറ്റഡ് ആയിട്ട് സ്പോൺ ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ ദൂരെ ചെന്നിട്ട് സ്പോൺ ചെയ്യിപ്പിക്കണം. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ ഗെയിമിൽ കാർ ഓടിക്കുന്നതിൽ കിങ്ങാണ്. എല്ലാ ഗെയിമിലും കണ്ടോ സൂപ്പർ വണ്ടി കറക്റ്റായിട്ട് അതേ സൗണ്ടും അതേ പൊട്ടലും ഒക്കെയാണ് ഉള്ളത്. എനിക്ക് ഇന്ത്യൻ ബൈക്സിനെക്കാട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ഗെയിമാണ് ഇത്. ഇതൊരു പൊളി ഗെയിമാണ് ഗൈസ്, പൊളി ഗെയിമാണ്. ഇന്ത്യൻ ബൈക്സിനെക്കാട്ടിലും സൂപ്പർ ഗെയിമാണ് ഇത്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറാൻ പറ്റും. സെക്കൻഡ് പാർട്ടി കാണിച്ചു തരാം. ഇത്
ഫസ്റ്റ് പാർട്ട് അത് വല്ലാത്ത ഇടിയായിരുന്നു. ഇടിച്ചിട്ട് എല്ലാത്തിനും ഇടിച്ചിട്ട് ഈ വണ്ടിക്കൊന്നും പറ്റത്തില്ല. നമ്മൾ ഒരാളെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റത്തില്ല. അതാണ് സംഭവം. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുറേ നാളെ ഗെയിമാണ്. ചിലപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലായ ആ സംഭവം. നമ്മൾ ഒരാളെ ചെന്ന് ഇടിച്ച് പപ്പടം കണക്കാക്കി അത് നടുവരിച്ചിരുന്നു. ഈ വണ്ടി പിന്നെ ഭയങ്കര സ്പീഡിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ആകുമ്പോഴത്തേക്ക് പോലെ നമ്മളെ ബൈക്ക് ചെന്ന് വണ്ടിയുടെ ബോണറ്റിൽ ചെന്ന് ഇടിച്ചുകൊണ്ട് മഴ പെയ്യുന്നുണ്ട് കേസ്. മഴ പെയ്യുന്നുണ്ടോ? പിന്നെ മഴ പെയ്താൽ ഈ വണ്ടിയൊക്കെ ഇതാവും. വണ്ടി ഞാൻ തോന്നട്ടെ. ഈ വണ്ടിയും കേടായി ഗൈസ്. എൻ്റെ അമ്മ ഞാൻ എത്രാമത്തെ വണ്ടിയാണ് എടുക്കുന്നത്. നമുക്ക് ഏതെങ്കിലും തോക്ക് വെച്ചിട്ട് ഇവരെ എല്ലാവരെയും വെടി വെച്ചിടാം. നമ്മളിങ്ങനെ ഷോർട്ട് ഗൺ വെച്ച് നമ്മൾ ഒരാളെ വെടി വെച്ച് ക്യാമറ ബ്ലാക്ക് ഔട്ട്. ഈ സെറ്റിങ്സിലാണ് ഈ സംഭവമൊക്കെ ഉള്ളത്. ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് മാറ്റാൻ പറ്റും. എൻ്റെ മേത്തൂടെ വണ്ടി കയറ്റാൻ അത്ര ധൈര്യമുള്ളവൻ ഞാനാണ്. അവിടെ നിൽക്കടാ അവിടെ നിൽക്കാൻ പെട്ടെന്ന് ഏരിയയിൽ വണ്ടി സ്പോൺ ചെയ്തിട്ട് പോവാം. എൻ്റെ വണ്ടി അതല്ലല്ലോ. ഇതാണോ ഇനി സ്പോണ്? ഇത് തന്നെ. മറ്റേവനിപ്പോൾ ഉഗാണ്ടയിലെത്തിക്കാണും. നമുക്ക് പോവാൻ പെട്ടെന്ന്. കേരള മറ്റേവനിപ്പോൾ ഉഗാണ്ടയിലെത്തിക്കാണും. പോസ്റ്റ് പിടിച്ചിട്ട് പോടാ സ്പീഡിൽ പോടാ. ഈ റോഡിന് ഇച്ചിരി ദൂരത്തോട്ട് സ്ട്രെയിറ്റ് റോഡാ. അല്ലല്ല ഗൈസ്, അവിടെ വളവുണ്ട്. എന്തായാലും അവൻ ഇതുവഴിയായിരിക്കും പോയേക്കുന്നത്. എൻ്റെ മേത്തൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ ആർക്കാട് അത്രയും ധൈര്യം. ഞാനും എല്ലാവരുടെ മേത്തൂടെ വണ്ടി കയറ്റി. എന്നാലും എൻ്റെ മേത്തൂടെ ആർക്കും കയറ്റാൻ പറ്റും. ദോ പോന്നു പാലത്തെ കൂടി കയറി പോകാൻ നോക്കണം. പാലത്തെ കൂടി കയറി പോകാൻ നോക്കാം. വണ്ടി ഇടിച്ച്. ഈ ഗെയിമിൽ ഫോളോ ചെയ്യുന്ന സംഭവമൊക്കെ ഭയങ്കര പാടാണ്. കാരണം NPCയുടെ കാറിനൊക്കെ നല്ല സ്പീഡാണ് ഗീസ്. ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട് ഗീസ്. ഇതേപോലെ NPCയുടെ കാറൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മളെ വണ്ടി പൊട്ടിത്തെറിച്ച് ഗീസ്. നീ അല്ലാതെ എൻ്റെ മേത്തൂടെ നിന്റെ വണ്ടി കയറ്റി. നീ അല്ലേ? ഇത് അവനല്ല, ഇവളാണ്. ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. യെസ്, വെടി വെച്ചിട്ട് ഞാൻ ഓർത്തില്ല വണ്ടി പൊട്ടിത്തെറിക്കുക എന്നുള്ള കാര്യം. ഈ ഗെയിമിന് നല്ല ഒറിജിനാലിറ്റിയാണ്. സെക്കൻഡ് പാർട്ടിനായിട്ടെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇത് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇച്ചിരി താമസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇത് ഈ ഗെയിമിൻ്റെ അല്ല, വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല. അതുകൊണ്ടാണ് എനിക്കത് പിന്നെ